അതെ, ഏപ്രിൽ 3 നമ്മുടെ നെന്മാറ വല്ലങ്ങി വേലയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ നെന്മാറ വല്ലങ്ങി വേലയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് അപ്ഡേഷൻസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ്, കണ്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ തിരക്കില്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ നെന്മാറ വല്ലങ്ങി ദേശത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഇരു ദേശങ്ങളുടെയും വെടിക്കെട്ടിനെ കുറിച്ചും അതിൻ്റെ സമയത്തിനെ കുറിച്ചും, പിന്നെ നമുക്ക് കഴിഞ്ഞ കൊല്ലം വന്നിട്ട് ഭയങ്കര തിരക്കിപ്പെട്ടിട്ട് പോയ അങ്ങനെയുള്ള ചേട്ടന്മാരായാലും ശരി, സുഹൃത്തുക്കളായാലും ശരി, അവർക്ക് ഇക്കൊല്ലം അടിപൊളിയായിട്ട് സേഫായിട്ട് നിങ്ങൾക്ക് വെടിക്കെട്ട് കാണാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നു പറഞ്ഞാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം, കണ്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അതിഗംഭീരമായ വേല നടക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. തൊട്ട് അതിന് മുൻവശത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ നെന്മാറ ദേശത്തിൻ്റെ ആനപ്പന്തൽ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അമ്പലത്തിൻ്റെ മുൻവശത്ത് നമുക്ക് നോക്കാം, ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കുളം ഇവിടെയുണ്ട്. നോക്കിക്കോ, കണ്ടോ. അപ്പോൾ കണ്ടില്ലേ, തൊട്ട് മുൻവശത്ത് കാണുന്ന ഇതാണ് നമ്മുടെ വല്ലങ്ങി ദേശം ആനപ്പന്തൽ. പണികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അതിന് മുന്നേ നമുക്ക് അമ്പലത്തിന് മുന്നിൽ നിന്നുള്ള ദൃശ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ പാടശേഖരങ്ങളിലാണ് നമ്മുടെ നെന്മാറ വല്ലങ്ങി ദേശത്തിൻ്റെ അതിഗംഭീരമായ വെടിക്കെട്ട് നടക്കുന്നത്. ഇതാ JCB ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടോ, അവിടെയാണ് നമ്മുടെ വല്ലങ്ങി ദേശം വെടിക്കെട്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 2 എൻട്രൻസാണ് നമ്മുടെ നെന്മാറ അമ്പലത്തിന് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇത് കണ്ടില്ലേ, നാഗദൈവത്തിൻ്റെ തൊട്ടരികിലായിട്ട് ഒരു ഗേറ്റ് കൂടി ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡായിട്ടാണ് ഈ ഗേറ്റ് വരുന്നത്. അപ്പോൾ ഇത് വല്ലങ്ങി ദേശം വെടിക്കെട്ട് നടക്കുന്നതിൻ്റെ അങ്ങോട്ടുള്ള വഴിയാണ്. അപ്പോൾ നമുക്ക് ഈ വഴി നമുക്ക് പോകാൻ പാടില്ല. ഇതാണല്ലേ, ഇവിടെയാണ് നമ്മുടെ നെന്മാറ ദേശത്തിൻ്റെ അതിഗംഭീരമായ വെടിക്കെട്ട് നടക്കുന്നത്. ദേ ഇവിടെ ആദനാട് മല എന്ന് പറയും, നമ്മുടെ അയ്യപ്പനാണ് ഇവിടെ പ്രതിഷ്ഠ. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. നമുക്ക് അവിടെ പോയി കാഴ്ചകളെല്ലാം കാണാം. ഇതുണ്ടല്ലേ, റൈറ്റ് സൈഡ് ഇത്രയും പാടശേഖരങ്ങളുണ്ട്. അപ്പോൾ വേല ദിവസം നമ്മുടെ ഈ മെയിൻ എൻട്രൻസ് വഴി നമ്മുടെ നെന്മാറ ദേശത്തിൻ്റെ ആനകൾ വരുന്നതിന് മുൻപായിട്ട് ഇവിടെ വല്ലങ്ങി ദേശത്തിൻ്റെ ആനകളുണ്ടാവും. അപ്പോൾ അവരുടെ ആനകൾ എഴുന്നള്ളത്തെല്ലാം ഈ കാണുന്ന മെയിൻ എൻട്രൻസിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ ഗേറ്റ് വഴിയാണ് കടന്നിട്ട് പുറത്തേക്ക് പോവുക. അപ്പോൾ നമ്മൾക്ക് അതിനൊപ്പം പോകാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനൊപ്പം പോകാൻ നിൽക്കരുത്, നല്ല സെക്യൂരിറ്റിയാണ്. അപ്പോൾ ആ ഭാഗത്താണ് വെടിക്കെട്ട് നടക്കുന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് അധികം ആരെയും കടത്തി വിടില്ല. അപ്പുറത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അപ്പുറത്ത് വിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ആ ആനകൾ എങ്ങനെ പോയിട്ട് ഈ വല്ലങ്ങി ദേശം ആനപ്പന്തൽ വഴി അങ്ങോട്ട് വല്ലങ്ങി ദേശത്തേക്ക് പോകും. അതിന് ശേഷമാണ് നമ്മുടെ നെന്മാറ ദേശത്തിൻ്റെ ആനകൾ നമ്മുടെ ഈ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്കിനി പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിഗംഭീര മേളം നടക്കുന്നത് ഇതായി ഈ ഭാഗത്താണ് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് അതിഗംഭീര മേളം നടക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ പുറത്തേക്ക് പോവാം. അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നാലും നമ്മൾക്ക് അത്യാവശ്യം വല്ലങ്ങി ദേശത്തിൻ്റെ വെടിക്കെട്ട് സുഖമായിട്ട് കാണാൻ പറ്റും. ഈ മതിലിൻ്റെ ഇപ്പുറം നിന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് കാണാൻ പറ്റും. ഇവിടെയാണ് വല്ലങ്ങി ദേശത്തിൻ്റെ വെടിക്കെട്ട് നടക്കുന്നത്. അതിഗംഭീര കൂട്ട് നടക്കണതൊക്കെ ഇവിടെയാണ്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് അമ്പലത്തിനകത്ത് നിന്നാൽ വെടിക്കെട്ട് കാണാൻ പറ്റും, യാതൊരു കുഴപ്പമൊന്നുമില്ല. ഫാമിലിയായിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ നേരത്തെ വന്ന് നിൽക്കണതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അല്ലാത്തവർക്ക് നമുക്ക് സുഖമായിട്ട് പുറത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് 2 ദേശത്തും വെടിക്കെട്ട് കാണാൻ പറ്റും. അപ്പോൾ നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ട് ഇവിടെ ആയിട്ടായിരിക്കും കൂട്ട് വരിക. അപ്പോൾ കൂട്ട് മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ മറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അധികം കാണാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ പുറത്ത് പോവാം. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിന് മുന്നിലായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് നമ്മുടെ പോലീസ് സൈഡ് പോസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അവർ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് വേണം നമ്മൾ വേലകൾ കാണാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, പോലീസും മറ്റ് ഫയർഫോഴ്സും ഉദ്യോഗസ്ഥരെല്ലാം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് വേല അതിഗംഭീരമായി ആസ്വദിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ നെന്മാറ ദേശത്തിൻ്റെ ആനപ്പന്തൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ട.
അപ്പോൾ അവരിവിടെ ചെക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണ്ടേ. ഇതുവഴിയാണ് നമ്മുടെ നെന്മാറ സ്റ്റാൻഡിൽ, ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് വരുന്നവർക്ക് ഇതുവഴിയാണ് അവർ നമ്മുടെ ഇങ്ങോട്ട് ഇറങ്ങി വരാറ്. അപ്പോൾ ഇറങ്ങി വന്ന് ഇവിടെ ആയിരിക്കും നമ്മുടെ അതിഗംഭീരമായുള്ള മേളങ്ങൾ നടക്കുക. മേളം നടന്ന് ആനകളൊക്കെ ഇവിടെ നിൽക്കും. പിന്നെ പതുക്കെ ഇറങ്ങി വല്ലങ്ങി ദേശത്തിൻ്റെ ആനപ്പന്തലിൽ നിന്ന് ആനകളിവിടെ എത്തിയതിന് ശേഷം ആനകൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് അവരുടെ ദേശത്തേക്ക് പോയതിന് ശേഷം മാത്രമേ നമ്മുടെ നെന്മാറ ദേശത്തിൻ്റെ ആനകൾ ഈ ആനപ്പന്തലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ അമ്പലത്തിലേക്ക് പ്രവേശിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നെന്മാറ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ അമ്പലത്തിലെത്തി. ഇനി നമുക്ക് വെടിക്കെട്ട് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. എവിടേക്ക്? നമ്മൾ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതിനൊക്കെ ഒരു കറക്റ്റ് സമയമുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഈ വഴി കടന്നില്ലെങ്കിൽ നമ്മൾ ആകെ കുടുങ്ങിപ്പോവും. അങ്ങനെയുള്ള വഴിയാണിത്. കാരണം കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊക്കെ ഒരുപാട് പേര് ഇവിടെ പെട്ട് പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും വയസ്സായവരും എല്ലാവരും. അപ്പോൾ ഭയങ്കര തിരക്കായിട്ട് പോയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് വെടിക്കെട്ട് കാണാൻ പറ്റും. പക്ഷേ ഇവിടെയൊക്കെ ഫുള്ള് തിരക്കായിരിക്കും. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ വെടിക്കെട്ട് കാണാമെന്നുള്ളത്. ഇപ്പോൾ നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ടൊക്കെ അതാണല്ലേ, ഈ ഭാഗത്തായിരിക്കും കൂട്ടായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷേ എങ്കിൽ ആ തിരക്ക്, നിൽക്കുന്നവരുടെ തിരക്ക് നമുക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റില്ല അപ്പുറത്തേക്ക്. ഈ വഴി എത്രയും പെട്ടെന്ന് നമ്മൾ കടന്ന് പോകണം. അതുപോലെ ഈ കാണുന്ന സ്റ്റെപ്പ് കണ്ടല്ലോ, ഇതെവിടെ സ്റ്റെപ്പായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്ലോപ്പ് പോലെയുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൂടെ പോകണവർ വളരെ ശ്രദ്ധയോടെ ഇറങ്ങി പോകണം. അതുമാത്രമല്ല ഈ സൈഡിൽ കണ്ടില്ലേ, ഇവിടെയൊക്കെ കുളമാണ്. അതുകൊണ്ട് നമുക്ക് ഈ സൈഡിലൊന്നും സേഫ്റ്റിക്ക് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. അപ്പോൾ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ചേട്ടന്മാർ സേഫ്റ്റിക്ക് വേണ്ടി ബാരിക്കേഡുകളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുളത്തിന് ചുറ്റും ഉണ്ടാവും. എന്ന് വെച്ചാൽ അതിന് മേലെ കയറിയുള്ള അഭ്യാസങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വരിക, വേല കാണുക, വേല കണ്ട് യാതൊരു കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് പോകാൻ നോക്കുക. അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. സഹകരിക്കുക പരസ്പരം. നല്ല രീതിയിൽ വേല കണ്ട് ആസ്വദിച്ച് പോവാം. ഓക്കെ. ബാരിക്കേഡ് സേഫ്റ്റിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ പോണത് വല്ലങ്ങി ദേശത്തിൻ്റെ പന്തലിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഇതൊരു ചതുപ്പ് സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് പേര് പെട്ടുപോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് 2-3 കൊല്ലം മുതൽ. അപ്പോൾ ഇതൊക്കെ അറിയാതെ വരുന്നവർ, വളരെ ശ്രദ്ധിച്ച് വരുന്നവർ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സേഫായിട്ട് വേലയൊക്കെ കണ്ട് മടങ്ങാൻ കഴിയും. ഇതിൽ കൂടെ ഒരു വഴിയുണ്ട്. ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് നെന്മാറ സ്റ്റാൻഡിലേക്ക് പോകാനായിട്ട് പറ്റും. അതുപോലെ ഈ കാണുന്ന വഴിയിലൊന്നും നിൽക്കാതിരിക്കുക. മാക്സിമം ഞാനൊരു സമയം പറയുന്നുണ്ട് ഇതിൽ. ആ സമയത്തിന് മുന്നായിട്ട് തന്നെ ഈ ഭാഗത്തൂടെ കടന്ന് പോകാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ നമ്മുടെ അമ്പലത്തിന് മുന്നിലുള്ളൊരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. കണ്ടില്ലേ? അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെടിക്കെട്ട് നടക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നമ്മുടെ നെന്മാറ ദേശത്തിന് വെടിക്കെട്ട് നടക്കുന്നത്. ഈ പാടത്തൊക്കെ നമുക്ക് നിൽക്കാനൊക്കെ പറ്റും. പക്ഷേ ഇപ്പോൾ ഫുള്ള് വെള്ളമാണ്. കണ്ടില്ലേ? പിന്നെ ഈ വഴിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടായിരിക്കും വല്ലങ്ങി ദേശത്തിൻ്റെ വെടിക്കെട്ട് നടക്കുക. അപ്പോൾ അവിടെ നിന്നായിരിക്കും വല്ലങ്ങി ദേശത്തിൻ്റെ വെടിക്കെട്ട് പൊട്ടി വരുന്നത്. ഇതെവിടെ വല്ലങ്ങി ദേശത്തിന് ആനപ്പന്തലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമാണ്. ഫുള്ള് പാടത്തെല്ലാം വെള്ളമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോയി നോക്കാം എന്താ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്നുള്ളതൊക്കെ. ഓക്കെ. പിന്നെ നമുക്കിതാ ഈ വഴി നമുക്ക് നെന്മാറ ഗോവിന്ദപുരം ആ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് വരാനായിട്ട് പറ്റും. അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് സുഖമായിട്ട് വരാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷേ ഈ കാണുന്ന പാടത്തൊന്നും നിൽക്കാതിരിക്കുക, ചതുപ്പാണ്. ഓക്കെ. കംപ്ലീറ്റ് വെള്ളമാണ് കേട്ടോ. പക്ഷേ ഏറ്റവും സേഫായിട്ടുള്ളൊരു പാടം എന്ന് പറയുന്നത് ഈ പാടശേഖരമാണ്. ഇവിടെയൊക്കെ നമുക്ക് സുഖമായിട്ട് നിന്ന് ഇതാണല്ലേ, ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ 2 ദേശത്തിന് വെടിക്കെട്ടും കാണാൻ പറ്റും. അതുപോലെ ഈ തെങ്ങിൻ തോപ്പിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കയറി നിൽക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ച് നിന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഫുള്ള് വെള്ളമാണ്. നമുക്ക് നോക്കാം അല്ലേ. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ മുൻവശത്ത് കാണുന്ന ഫസ്റ്റ് റോട്ടിൽ കൂടെ പോവുകയാണ് കേട്ടോ. ഈ റൂട്ടിലൊന്നും ഒരിക്കലും നിൽക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് തിരക്കാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആകെ പെട്ടുപോകും. നമ്മൾ ഒരിക്കലും ഇവിടെ നിന്നിട്ട് വെടിക്കെട്ട് കാണാമെന്ന് വിചാരിക്കരുത്. ഇവിടെയൊക്കെ ബാരിക്കേഡുകളൊക്കെ വെക്കുന്നേ ഉള്ളൂ പോലീസിൻ്റെ. അപ്പോൾ സേഫ്റ്റിക്കായിട്ടുള്ള ബാരിക്കേഡുകൾ വെച്ചതിന് ശേഷം
നമുക്ക് ഒന്നുകൂടി പറ്റിയാൽ വരാം. അപ്പോൾ അതിനുള്ള പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വെയിലത്തും തളരാതെ പണിയെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ നെന്മാറ വേല വളരെ ഭംഗിയായി നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, കൂടെ നിൽക്കുക. പിന്നെ അതാ ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ ആതനാട് മല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഈ മലയിലും അത്യാവശ്യം ആൾക്കാർ നിൽക്കാറുണ്ട് വെടിക്കെട്ട് കാണാൻ. അതിഭംഗിയായിട്ട് നല്ല വിഷ്വലായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ നിൽക്കുന്നത് 2 ആനപ്പന്തലിൻ്റെയും നടുക്കായിട്ടാണ് കേട്ടോ. ആ റോട്ടിലായിട്ടാണ്. നമുക്ക് നോക്കാം അവിടെ നിന്നുള്ള വിഷ്വൽ എങ്ങനെയാണ്. ഇവിടെ ഒരു കിണറുണ്ട്, കണ്ടല്ലോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇവിടെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്തൊന്നും ചെന്ന് ചാടാതെയും ശ്രദ്ധിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വെടിക്കെട്ട് കാണാൻ പറ്റും. അതുപോലെ ഇതെവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആതനാട് മലയുണ്ട്. അപ്പോൾ ഈ മലയിൽ കയറിപ്പോവാം, കുഴപ്പമില്ല. നമ്മുടെ നെന്മാറ അമ്പലത്തിനെ തൊട്ട് പുറകിൽ കൂടെ പോത്തുണ്ടി റോഡുണ്ട്. അപ്പോൾ ആ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ അതുവഴിയാണ് നമ്മൾക്ക് ഈ മലയിൽ എത്തിച്ചേരാൻ പറ്റുക. വളരെ സേഫായിട്ട് നമുക്ക് അവിടെ നിന്ന് വിഷ്വൽസൊക്കെ കാണാൻ പറ്റും, വെടിക്കെട്ടൊക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റും. പക്ഷേ മുകളിലേക്ക് കയറിപ്പോകുന്ന ആ ആവേശം തിരിച്ചിറങ്ങി വീഴുമ്പോൾ ഉണ്ടാവണം. കാരണം എന്താ വെച്ചാൽ രാത്രിയാണ്, മലയാണ്, അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് പോകാൻ പറ്റുമെങ്കിൽ മേലെ പോയി നിന്നാം. നിങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് നിൽക്കാം. ഞാൻ അവിടെ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ നെന്മാറ ദേശത്തിന് ആനപ്പന്തൽ കണ്ടില്ലേ, 2 ഓപ്പോസിറ്റായിട്ട് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിന് മുൻവശത്തുള്ള ഈ മരത്തിൻ്റെ അടുത്തായിട്ട് ബാരിക്കേഡ് വരും, ഈ വരമ്പിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാൽ 2 വെടിക്കെട്ടും അസലായിട്ട് സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇവിടെയാണ് ഇതിവിടെ നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ട് കൂട്ട്. ഇതാ ഇവിടെ കൂട്ട് തുടങ്ങും. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ട്. അതങ്ങനെ പൊട്ടി ആ പനൻ്റെ അപ്പുറത്തുകൂടെ വന്ന് ഇവിടെയായിട്ടായിരിക്കും, ഈ പാടത്തായിട്ടായിരിക്കും ഇതിൻ്റെ അവസാനം ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതാ ഈ റോഡ് കഴിഞ്ഞാൽ ഈ കിണറിന് അപ്പുറത്തായിട്ട് ഏകദേശം ഇവിടെയായിട്ട് വരും. ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ കൂട്ട് നടക്കുന്നത്, വല്ലങ്ങി ദേശത്തിൻ്റെ. പൊട്ടി വരുന്നത് ഇങ്ങൊന്നല്ല, അങ്ങ് അപ്പുറത്തെ അവിടെ ഒരു റോഡുണ്ട്, അതിനപ്പുറത്ത് അവിടെ ഒരു വാഴത്തോട്ടൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് വല്ലങ്ങി ദേശത്തിൻ്റെ വെടിക്കെട്ട് പൊട്ടി വരുന്നത്. അപ്പോൾ അതേ ഗോവിന്ദപുരം ബസ്സൊക്കെ അതാകണ്ട ആ വഴി, അത് മെയിൻ റോഡാണ്. അപ്പോൾ അതുവഴി നമുക്ക് വല്ലങ്ങി ദേശത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവാം, കുഴപ്പമില്ല. അതുപോലെ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും. ആ വല്ലങ്ങി ദേശത്തിന് വെടിക്കെട്ട് പൊട്ടുന്ന ആ ഭാഗത്തൊക്കെ നമുക്ക് സുഖമായിട്ട് അവിടേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് 2 ദേശത്തിന് വെടിക്കെട്ടും കാണാട്ടോ, ഒരു പ്രശ്നമില്ലാണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇതിൽ കാണിക്കുന്ന സമയത്ത് വന്ന് അവിടെ പോയി ഇരിക്കണം. ഓക്കെ. അപ്പോൾ വല്ലങ്ങി ദേശത്തിൻ്റെ ആനകൾ ഇതുവഴിയാണ് കയറി പോവുക, കാണുന്നുണ്ടോ? വല്ലങ്ങി ദേശത്തിൻ്റെ ആനകൾ ഇതുവഴി ഇങ്ങനെ കയറി പന്തലിൻ്റെ പുറകുവശത്ത് കൂടെ വല്ലങ്ങി ദേശം അപ്പുറത്താണ്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകും. ഓക്കെ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഈ തെങ്ങിൻതോപ്പിലൊക്കെ നമുക്ക് സുഖമായിട്ട് നിന്ന് കഴിഞ്ഞാൽ 2 ദേശത്തിന് വെടിക്കെട്ടും കാണാൻ പറ്റും. പക്ഷേ അതിനകത്തൊക്കെ കനാൽ പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം നിൽക്കാൻ. പാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വളരെ ശ്രദ്ധയോടെ വേണം നിൽക്കാനായിട്ട്. അപ്പോൾ നേരത്തെ വന്ന് നിൽക്കുക. ഇതാ ഈ പാടത്തൊക്കെ ഒന്ന് സുഖമായിട്ട് വെടിക്കെട്ട് കാണാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു വെയിലാണ് കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഈ ഇൻഫോർമേഷൻ എത്തിച്ചു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് നല്ലതാണ്. വരുന്നവർക്ക്, നമ്മുടെ വേല കാണാൻ വരുന്നവർ യാതൊരു കുഴപ്പമില്ലാതെ നല്ല ഗംഭീരമായിട്ട് വെടിക്കെട്ട് കണ്ട് വേലകളൊക്കെ നല്ലവണ്ണം ആസ്വദിച്ച് വേണം പോകാനായിട്ടെന്ന് നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആനപ്രേമി നെന്മാറക്കാരനായിട്ടുള്ള ചാനലിൽ നമ്മുടെ ഈ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും കാണുക, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നെന്മാറ വേലയ്ക്ക് വന്നിട്ട് ആരും തിരക്കിൽപ്പെട്ടിട്ട് അടുത്ത പോലെ ഞങ്ങളിനി വേലയ്ക്കില്ല മോനെ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ ബാരിക്കേഡ് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ കാണില്ലേ, ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ പാടത്തൊക്കെ. ഇതാണ് നമ്മുടെ വല്ലങ്ങി ദേശത്തിൻ്റെ ആനപ്പന്തൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് നമ്മുടെ വല്ലങ്ങി ദേശത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് നമ്മുടെ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ദൃശ്യമാണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ വന്ന ഈ റോഡിൻ്റെ നടുക്കായിട്ടാണ് ഞാൻ നിൽക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഈ പാടത്തൊന്നും വലിയ കുഴപ്പമില്ല, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, സുഖമായിട്ട് നിൽക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് ഇതാ ഈ വഴി, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ, മെയിൻ എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ ഈ എൻട്രൻസ് വഴിയാണ് നമ്മുടെ വല്ലങ്ങി ദേശത്തിൻ്റെ ആനകൾ ഇറങ്ങി വരിക. അപ്പോൾ ഇതുവഴി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എൻ്റെ ഈ അടുത്തുകൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകും വല്ലങ്ങി ദേശത്തേക്ക്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നെന്മാറ ദേശത്തിൻ്റെ
അതിഗംഭീരമായിട്ടുള്ള കൂട്ട് നടക്കുന്നത് ഇതാ ഈ പാടത്താണ്. കണ്ടില്ലേ, അവിടെയൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിരപ്പാക്കിയിട്ടില്ല, ആക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് പുറകിലായിട്ട് നിന്ന് കഴിഞ്ഞാലും നമുക്ക് അടിപൊളിയായിട്ട് വെടിക്കെട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ. അമ്പലത്തിന് പുറകിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് വെടിക്കെട്ട് കാണാം. ഇതാ അവിടെ കാണുന്നുണ്ടോ, അവിടെ ഒരു ചർച്ച് ഉണ്ട്. അതിന് അവിടുത്തെ ഒരു കനാലാണ്, വലിയ കനാലാണ് പോണത്. അപ്പോൾ ആ കനാലിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാലും സുഖമായിട്ട് വെടിക്കെട്ട് കാണാൻ പറ്റും. നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ടൊക്കെ പൊട്ടി വരുന്നത് ഇതാ പനൻ്റെ ബാക്കിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്നുള്ള സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് അവസാനം വരെയുള്ള വെടിക്കെട്ട് നമുക്ക് ഇവിടെ കൂട്ടെത്തുന്നത് വരെ സുഖമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വല്ലങ്ങി ദേശത്തിൻ്റെ കൂട്ട് പൊട്ടുന്ന സ്ഥലം. അത് ഏകദേശം നിരപ്പാക്കി കിട്ടുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. ഇതാണ് കേട്ടോ. അപ്പോൾ ഈ റോഡിന് തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് ആ കാണുന്ന തെങ്ങിൻ തോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് വെടിക്കെട്ട് കാണാൻ പറ്റും. അതുപോലെ വല്ലങ്ങി ദേശത്തിൻ്റെ വെടിക്കെട്ട് തുടങ്ങുന്നത് തന്നെ അവിടെ ഒരു റോഡുണ്ടെന്ന് പറഞ്ഞു ഞാൻ. അവിടെ നിന്ന് വരുന്നൊരു റോഡ്, ആ റോഡിൻ്റെ പുറകിലായിട്ടാണ്. അവിടെ നിന്നാണ് ആ വാഴത്തോപ്പിൻ്റെ അവിടെ നിന്നാണ് സുഖമായിട്ട് വെടിക്കെട്ട് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം കൂട്ട് പൊട്ടുന്നു ഇവിടെ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ഈ കനാലിൽ ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ വല്ലങ്ങി ദേശത്തിൻ്റെ പകുതി മുതൽ കൂട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കാണണമെങ്കിൽ ഞാനിപ്പോൾ നിന്ന് വിഷ്വൽ എടുക്കുന്ന അവിടെ നിന്നിട്ട് വേണം കാണാൻ പറ്റുക. പക്ഷേ ഇവിടെ ഒരു കാരണവശാലും നിൽക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാരിക്കേഡ് വെച്ചിട്ട് ഇവിടെയൊക്കെ സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇത് മുഴുവൻ കവർ ചെയ്തിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതിൻ്റെ നേര് പുറകിലായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, അത് ആ ഓട്ടോറിക്ഷ വരുന്നില്ലേ, കാറൊക്കെ വരുന്നില്ലേ, ആ കോർണറിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് വെടിക്കെട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഫസ്റ്റ് പാടത്ത് മുഴുവൻ നല്ല വെള്ളമുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സുഖമായിട്ട് വെടിക്കെട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സമയത്ത് വരിക, കാണുക. പിന്നെ നമുക്ക് വെടിക്കെട്ട് കഴിഞ്ഞാൽ തിരക്കൊന്നുമില്ലാതെ അപ്പം തന്നെ പോവാതെ പിന്നെ നമ്മൾ കാണില്ലേ, ഇതാണ് നമ്മുടെ വല്ലങ്ങി ദേശത്തേക്കുള്ള ആനകൾ. ഈ വഴിയാണ് പോവുക. ഇതുണ്ടോ അവിടെ ക്ലീൻ ചെയ്തിട്ടിരിക്കണ്ട, ഇത് വഴിയാണ് ഇങ്ങനെ കയറി അങ്ങോട്ട് പോവുക കേട്ടോ. അപ്പോൾ ഞാൻ അധികം വല്ലങ്ങി ദേശത്തിന് അങ്ങോട്ടേക്ക് പോകുന്നില്ല, വെയിലായതുകൊണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ നെന്മാറ ദേശത്തിൻ്റെയും വല്ലങ്ങി ദേശത്തിൻ്റെയും കൂട്ട് പൊട്ടിക്കുന്ന പാടത്തിൻ്റെ തൊട്ടരികിലായിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ പാടത്താണ് അതിഗംഭീരമായിട്ടുള്ള വല്ലങ്ങി ദേശത്തിൻ്റെ കിടുക്കാച്ച് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം. ഓക്കെ, പിന്നെ ഇതാ ഈ പാടത്തിന് അപ്പുറത്ത് ഓപ്പോസിറ്റ് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ട് നടക്കുന്നത്, കൂട്ടിട്ടാ മക്കളെ. ഇതാണ് നമ്മുടെ വല്ലങ്ങി ദേശത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള വെടിക്കെട്ട് നടക്കുന്ന കൂട്ടുപാടം. കണ്ടോ, നോക്കിക്കേ, അത്യാവശ്യം ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇവിടെയാണ് അതിഗംഭീര കൂട്ട് നടക്കുന്നത് കേട്ടോ, വല്ലങ്ങി ദേശത്തിൻ്റെ. അപ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നിൽക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ ആ തെങ്ങിൻതോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നിൽക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ആ വളവിൻ്റെ ഭാഗത്തായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് സേഫ്റ്റിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഫയർഫോഴ്സ്, പോലീസ്, ആംബുലൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആ ഭാഗത്തുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറകിലൊക്കെ നമുക്ക് നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇങ്ങോട്ടുള്ള ഭാഗം ഫുള്ള് ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കാണുന്ന നീല ഷെഡുള്ള ആ ഭാഗത്ത് പോയി നിൽക്കാൻ കുഴപ്പമില്ല. അതേപോലെ അവിടെ റബ്ബർ കാടുണ്ട്, അവിടെ പോയി നിൽക്കാൻ കുഴപ്പമില്ല. തൊട്ട് കാണുന്നുണ്ടല്ലോ, തോട്ടത്തിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോയി നിൽക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മുടെ നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മുടെ വെടിക്കെട്ട് അവസാനിക്കുന്നത്. ഓക്കെ അല്ലേ? നെന്മാറ വല്ലങ്ങി വേലയുടെ കൃത്യമായ വെടിക്കെട്ട് സമയം അപ്പോൾ എല്ലാവരും നമ്മുടെ നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് എത്തുക. വെടിക്കെട്ടും ആനയും പഞ്ചവാദിയും മേളവും എല്ലാം അതിഗംഭീരമായി ആഘോഷിച്ച് സേഫായിട്ട് നമ്മുടെ വേല കണ്ട് മടങ്ങുക. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാം, നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വേല ആശംസിച്ചുകൊണ്ട് ആനപ്രേമി നെന്മാറക്കാരൻ.